വലുതാകുന്തോറും സന്തോഷം നിറയ്ക്കുകയും പൊട്ടിപ്പോയാൽ സങ്കടം നിറയ്ക്കുകയും ചെയ്യുന്ന വർണ്ണ ബലൂണുകൾ ചിലപ്പോൾ കൈവിട്ട അകലങ്ങളിലേക്ക് പോകാറുണ്ട്. ബലൂൺ പറത്തൽ ചില സ്മരണകളായും ആഘോഷമായും കൊണ്ടാടാറുണ്ട്. എന്നാൽ അങ്ങനെയൊരു ബലൂൺ പറത്തൽ വരുത്തിവെച്ച ദുരന്തത്തിൻ്റെ കഥയാണ് അമേരിക്കയിലെ ക്ലീവ്ലാൻഡ് നഗരത്തിന് പറയാനുള്ളത്. 1986 സെപ്റ്റംബർ 27-ന് യുണൈറ്റഡ് വേ ഓഫ് ക്ലീവ്ലാൻഡ് എന്ന സന്നദ്ധ സംഘടന പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ധനസമാഹരണത്തിനായി ബലൂൺ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഗിന്നസ് റെക്കോർഡും ബലൂൺ ഫെസ്റ്റ് വഴി സംഘാടകർ ലക്ഷ്യമിട്ടിരുന്നു. 1985-ൽ ഡിസ്നി ലാൻഡ് സ്ഥാപിതമായ 30-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഏറ്റവും കൂടുതൽ ബലൂണുകൾ ആകാശത്തേക്ക് പറത്തിവിടുകയും ഗിന്നസ് റെക്കോർഡ് നേടുകയും ചെയ്തു. ആ റെക്കോർഡ് തകർക്കാനായി 5 ലക്ഷം ബലൂണുകളാണ് സംഘാടകർ പറത്തിവിട്ടത്. ഫെസ്റ്റ് നടത്തുന്നതിന് 6 മാസം മുമ്പ് തന്നെ ക്ലീവ്ലാൻഡിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ബലൂണുകൾ പറന്നു പൊങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ എല്ലാവർക്കും കാണത്തക്ക രീതിയിലായിരുന്നു സജ്ജീകരണങ്ങൾ. 1987 സെപ്റ്റംബർ 27-ന് പുലർച്ചെ മുതൽ ബലൂണുകളിൽ ഹീലിയം നിറയ്ക്കാൻ തുടങ്ങി. 2500-ലേറെ വാളണ്ടിയർമാർ അതിനായി ഉണ്ടായിരുന്നത്. കാലാവസ്ഥ പ്രതികൂലമായിരുന്നതിനാൽ മുൻകൂട്ടി നിശ്ചയിച്ചതിലും നേരത്തെ പ്രാദേശിക സമയം ഉച്ച 1:50-ന് അവിടെ തടിച്ചുകൂടിയ ജനങ്ങളെ സാക്ഷിയാക്കി ബലൂണുകളെ ആകാശത്തേക്ക് പറത്തിവിട്ടു. വിവിധ വർണ്ണങ്ങളിൽ ആരെയും ആകർഷിക്കുന്ന തരത്തിൽ ഉയർന്നു പൊങ്ങിയ ബലൂണുകൾ അതിമനോഹരമായ കാഴ്ചയായിരുന്നു. നിറങ്ങളാൽ ആകാശം നിറഞ്ഞ ആ കാഴ്ച ഡിസ്നി ലാൻഡിൻ്റെ റെക്കോർഡ് തകർക്കുകയും ചെയ്തു. ബലൂൺ ഫെസ്റ്റിൻ്റെ തലേ ദിവസം സമീപത്തെ ഇറി തടാകത്തിൽ മത്സ്യബന്ധനത്തിന് പോയ 2 പേരെ കാണാതായിരുന്നു. തിരച്ചിൽ തുടർന്ന് അവിടേക്ക് ബലൂണുകൾ കൂട്ടത്തോടെ വന്നതോടെ രക്ഷാപ്രവർത്തനം തടസ്സപ്പെട്ടു. 3 ദിവസങ്ങൾക്ക് ശേഷമാണ് അവരുടെ മൃതദേഹം കണ്ടെടുത്തത്. അപകടത്തിൽപ്പെട്ടവർ, പരിക്കേറ്റ കുതിരകളുടെ ഉടമകൾ, മത്സ്യത്തൊഴിലാളികളുടെ ഭാര്യമാർ തുടങ്ങിയവർ ബലൂൺ ഫെസ്റ്റിൻ്റെ സംഘാടകർക്കെതിരെ കേസ് കൊടുത്തു. തുകയെല്ലാം ഒത്തുതീർപ്പിനായി നൽകേണ്ടി വന്നു. ഏറ്റവും കൂടുതൽ ബലൂണുകൾ പറത്തിവിട്ട് ഗിന്നസ് റെക്കോർഡ് നേടിയെങ്കിലും സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ഈ വിഭാഗത്തിലെ ഗിന്നസ് പിന്നീട് ഒഴിവാക്കുകയും ചെയ്തു.